ഹലോ എവ്രി വൺ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് സിമിലി എന്താണെന്ന്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു പോയറ്റിക് ഡിവൈസ് ആയ മെറ്റഫർ എന്താണെന്നാണ്. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. മെറ്റഫർ എന്ന് വെച്ചാൽ എ മെറ്റഫർ ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് കമ്പയർസ് ടു ഡിഫറെന്റ് തിങ്സ് ബൈ സേയിങ് ദാറ്റ് വൺ തിങ് ഇസ് ദി അതർ. നമ്മൾ സിമിലി കണ്ടായിരുന്നു. സിമിലിയിൽ നമുക്കറിയാം എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് തിങ്സിനെ കമ്പാരിസൺ നടത്തുവാണ് ലൈക്ക് ഓർ ആസ് ഉപയോഗിച്ച്. പക്ഷെ മെറ്റഫർ എന്ന് വെച്ചാൽ മെറ്റഫർ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. അതും ഇതുപോലെ തന്നെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള വസ്തുക്കളെ കമ്പയർ ചെയ്യുകയാണ്. പക്ഷെ അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കമ്പാരിസൺ നടത്തുന്നത് ബൈ സേയിങ് ദാറ്റ് വൺ തിങ് ഈസ് ദി അതർ. ഒരു വസ്തു വേറൊരു വസ്തുവാണ് പറഞ്ഞുകൊണ്ടാണ് കമ്പാരിസൺ നടത്തുന്നത്. ഉദാഹരണത്തിന് ഞാൻ പറയുവാണെങ്കിൽ നമുക്കിപ്പം നമ്മൾ ഈക്വൽസ് ടു പറയും അല്ലേ. ഇപ്പൊ 5 ഈക്വൽസ് ടു 5. ഞാനിവിടെ മാത്തമാറ്റിക്സ് ചെറുതായിട്ട് ഉപയോഗിച്ചതേ ഉള്ളൂ. അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണ്ടി പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഇവിടെ ഒരു വൺ തിങ് ഈക്വൽസ് ടു അനദർ തിങ്. അതായത് ഒരു വസ്തു മറ്റൊരു വസ്തു എന്ന് പറയാണ്. ഈക്വലൈസ് ചെയ്ത് കാണുന്ന ഒരു രീതിയെയാണ് മെറ്റഫർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സിമിലിയും മെറ്റഫറും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. സിമിലി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. രണ്ട് വസ്തുക്കളെ തമ്മിൽ ലൈക്ക് ഓർ ആസ് ഉപയോഗിച്ച് കമ്പാരിസൺ നടത്തുന്ന രീതിയാണ് സിമിലി എന്ന് പറയുന്നത്. പക്ഷെ മെറ്റഫർ എന്ന് വെച്ചാൽ മേക്സ് ദി അസർട്ടേഷൻ ദാറ്റ് സംതിങ് ഈസ് സംതിങ്. ഞാൻ മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞ പോലെ തന്നെ ഏതോ ഒരു വസ്തു മറ്റൊരു വസ്തുവാണെന്ന് ഈക്വലൈസ് ചെയ്ത് പറയുക. ദാറ്റ് സംതിങ് ഈസ് സംതിങ്. ഇനി അടുത്തായിട്ട് നമുക്ക് കുറച്ച് കോമൺ എക്സാമ്പിൾസ് നോക്കാം. ഇത് നമുക്ക് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കോമൺ എക്സാമ്പിൾ ആണ്. ഷീ വാസ് ഫെയർലി സർട്ടൺ ദാറ്റ് ലൈഫ് വാസ് എ ഫാഷൻ ഷോ. അപ്പൊ ഇവിടെ നമുക്കറിയാം അവൾക്കറിയാമായിരുന്നു, അവൾക്ക് പൂർണ്ണ നിശ്ചയമുണ്ടായിരുന്നു ലൈഫ് ഒരു ഫാഷൻ ഷോ ആണെന്ന്. ഇവിടെ നമുക്കറിയാം ലൈഫിനെ ഇവിടെ ഫാഷൻ ഷോയുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈക്കോ ആസോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് പറയുവാണെങ്കിൽ ലൈഫ് ഈക്വൽസ് ടു ഫാഷൻ ഷോ എന്ന് വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് പറയാം. നെക്സ്റ്റ് എക്സാമ്പിൾ, യു ആർ ആൻ ഓപ്പൺ ബുക്ക്. ഇവിടെ നമുക്കറിയാം നിങ്ങൾ ഒരു തുറന്ന പുസ്തകമാണ്. ആ ഒരു വ്യക്തിയെ ഓപ്പൺ ബുക്കുമായിട്ട് താരതമ്യം ചെയ്തിരിക്കുക. താരതമ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈക്വലൈസ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ ഈക്വൽസ് ടു ആൻ ഓപ്പൺ ബുക്ക്. നെക്സ്റ്റ് എക്സാമ്പിൾ, ലൈഫ് ഈസ് എ ഹൈവേ. ജീവിതം എന്ന് വെച്ചാൽ ഒരു ഹൈവേ ആണ്. ജീവിതം ഹൈവേ പോലെയാണ്. ലൈക്ക് എ ഹൈവേ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ലൈഫ് ഈസ് എ ഹൈവേ. ലൈഫ് ഈക്വൽസ് ടു ഹൈവേ. ലൈഫ് ഒരു ഹൈവേ ആണ്. ഇനി ഇവിടെ ഹെർ ഐസ് വെയർ ഡയമണ്ട്സ്. അവളുടെ കണ്ണുകൾ വജ്ര കല്ലുകൾ പോലെയാണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം കണ്ണുകളെ ഡയമണ്ട്സുമായിട്ട് ഈക്വലൈസ് ചെയ്ത് കാണും. ഐസ് ഈക്വൽസ് ടു ഡയമണ്ട്സ്. ഇനി ഹീ ഈസ് എ ഷൈനിങ് സ്റ്റാർ. ഇവിടെ പറഞ്ഞാൽ അദ്ദേഹം ഒരു ഷൈനിങ് സ്റ്റാറിനെ പോലെയാണ് എന്നല്ല പറയുന്നത്. അദ്ദേഹം ഒരു ഷൈനിങ് സ്റ്റാർ ആണ്. ഈക്വൽ. ദ സ്നോ ഈസ് എ വൈറ്റ് ബ്ലാങ്കറ്റ്. ചില മഞ്ഞൊരു വെള്ള പുതപ്പ് പോലെയാണ്. പുതപ്പ് പോലെയാണെന്നല്ല, സ്നോ ഈക്വൽസ് ടു വൈറ്റ് ബ്ലാങ്കറ്റ്. അപ്പൊ രണ്ടും നമ്മൾ ആദ്യം കണ്ട പോലെ സംതിങ് ഈക്വൽസ് ടു സംതിങ്. ചില മറ്റൊരു വസ്തു വേറൊരു വസ്തു ആണെന്ന് നമ്മൾ ഈക്വൽ ആയിട്ട് പറയും. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് മെറ്റഫേഴ്സ് നോക്കാം. ആദ്യമായിട്ട് തന്നെ അതിനെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് അബ്സല്യൂട്ട് മെറ്റഫേഴ്സ് എന്നാണ് നോക്കാം. അബ്സല്യൂട്ട് മെറ്റഫേഴ്സ് എന്ന് വെച്ചാൽ ദീസ് മെറ്റഫേഴ്സ് compare two things that have no obvious connection to make a point. For example, she's doing a tightrope walk with her grades this semester. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ മിക്കവാറും കമ്പാരിസൺ നടത്തുന്നത് യാതൊരു കണക്ഷനും ഇല്ലാത്ത രണ്ട് കാര്യങ്ങളെ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. ഈ ഒരു എക്സാമ്പിൾ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ആ ഒരു പെൺകുട്ടിയുടെ പഠനത്തെ ഒരു ടൈറ്റ് ട്രോപ്പ് വാക്ക് എന്നിവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആ വ്യക്തിയുടെ എന്താണ് ആ ഒരു സെമസ്റ്ററിലെ പെർഫോമൻസിനെ പറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം അവിടെ ആ ടൈറ്റ് ട്രോപ്പ് വാക്ക് എന്ന് പറഞ്ഞ വാക്ക് വരേണ്ട യാതൊരു വിധമായ കാരണങ്ങളും അവിടെ ഇല്ല. അവിടെ പറയുന്നത് അവളുടെ പെർഫോമൻസിനെ പറ്റിയാണ് ആ സെമസ്റ്ററിന്റെ. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ വേർഡ് ഉണ്ട്, ടൈറ്റ് ട്രോപ്പ് വാക്ക്. അപ്പം ഈ ഒരു വാക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കാണിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ വ്യക്തി
ഏതോ അപകടകരമായ ഒരു സിറ്റുവേഷനിലാണ്. നമുക്കറിയാം ടൈറ്റ് റോപ്പ് വാക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അപ്പൊ അതേപോലെ തന്നെയാണ് ആ ഒരു വ്യക്തി എന്തോ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിലാണ്. ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുള്ള എന്തോ ഒരു സാഹചര്യമാണെന്നാണ് അവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പൊ മിക്കവാറും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു പെൺകുട്ടിയുടെ പെർഫോമൻസ് വളരെ പുവർ ആയിരിക്കും. വളരെ കഷ്ടപ്പെട്ടാണ് ആ ഒരു പെൺകുട്ടിയുടെ ഗ്രേഡ്സ് എന്താണ് ഒരു she is doing a tightrope walk with her grades this semester, so she is in a difficult situation. നമുക്കറിയാം ആ ഒരു പെർട്ടിക്കുലർ വേർഡ് അവിടെ യൂസ് ചെയ്യേണ്ട യാതൊരുവിധ കാരണങ്ങളും അവിടെ ഇല്ല. ഇനി നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇംപ്ലൈഡ് മെറ്റഫേഴ്സ് ആണ്. ഇംപ്ലൈഡ് മെറ്റഫേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും these metaphors compare two things that are not alike without actually mentioning one of those elements. For example, a woman barked a warning at her child. അപ്പൊ ഇവിടെ അതുപോലെയാണ് രണ്ട് തിങ്സ്, അത് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത രണ്ട് തിങ്സ് കമ്പയർ ചെയ്യുവാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ വിത്തൗട്ട് ആക്ച്വലി മെൻഷനിങ് വൺ ഓഫ് ദോസ് എലമെന്റ്സ്, പക്ഷെ ഒരു പെർട്ടിക്കുലർ എലമെന്റിനെ മെൻഷൻ ചെയ്യാതെയാണ് അവിടെ പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എ വുമൺ ബാർക്ക് എ വാർണിംഗ് അറ്റ് ഹെർ ചൈൽഡ്. നമുക്കറിയാം ബാർക്ക് എന്ന് പറയുന്ന സാധാരണ ഡോഗിനെയാണ് അവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ഡോഗ് ആണ് ബാർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇംപ്ലൈഡ് മെറ്റഫറിനകത്ത് അവിടെ കൊടുത്തിരിക്കുന്ന സ്ത്രീയെ ഒരു ഡോഗിനോട് കമ്പയർ ചെയ്തിരിക്കുകയാണ് വിത്തൗട്ട് ആക്ച്വലി മെൻഷനിങ് ദ വെഹിക്കിൾ ഓഫ് ദ മെറ്റഫർ. പക്ഷെ അവിടെ ശരിക്കും ഡയറക്റ്റ് ആയിട്ട് അവിടെ പറയുന്നില്ല വുമൺ ഒരു ഡോഗാണ്, പക്ഷേ എന്താണ് വുമണിനെ ഒരു ഡോഗുമായിട്ട് അവിടെ ഇംപ്ലൈ ചെയ്ത് പറയുന്നുണ്ട്. Implied metaphors make sense only when the object you are implying, example a dog, is common or well known enough by the audience. അപ്പം implied metaphor എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഇംപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ അവിടെ നമുക്ക് സെൻസ് നമുക്കൊരു അർത്ഥമുള്ളതായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. അപ്പൊ നമുക്കിത് കാണുന്ന ഉടനെ ഡോഗിനെ പറ്റി അവെയർ ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ആളിന് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. എ വുമൺ ബാർക്ക് a warning at her child. Third type എന്ന് പറഞ്ഞാൽ dead metaphors ആണ്. Dead metaphors എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും like cliches, these metaphors have lost their strength because they have been overused. For example, you light up my life. ഇപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്താണ് ഡെഡ് മെറ്റഫേഴ്സ് എന്ന് വെച്ചാൽ ഈ മെറ്റഫേഴ്സിന്റെ ആ ഒരു നമ്മൾ പറഞ്ഞില്ലേ കുറെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന്റെ വില പോവും. അതേപോലെ തന്നെ ഈ ഒരു മെറ്റഫേഴ്സിന്റെ ആ ഒരു എന്താണ് ഒരു സിഗ്നിഫിക്കൻസ് നഷ്ടപ്പെട്ടു പോയ മെറ്റഫേഴ്സിനെയാണ് ഡെഡ് മെറ്റഫേഴ്സ്. അത് എന്തുകൊണ്ടാണ് അതിന്റെ ആ ഒരു സ്വാധീനം അല്ലെ സിഗ്നിഫിക്കൻസ് നഷ്ടപ്പെട്ടു പോയെന്ന് വെച്ചാൽ അത് ഒരുപാട് തവണ ഓവർ യൂസ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് അതിന്റെ ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ യു ലൈറ്റ് അപ്പ് മൈ ലൈഫ്. യു ലൈറ്റ് അപ്പ് മൈ ലൈഫ് എന്ന് നീ എൻ്റെ ജീവിതത്തെ വെളിച്ചമുള്ളതാക്കുക അല്ലെങ്കിൽ പ്രകാശപൂരിതമാക്കിയത് നീയാണ് എന്ന് പറയുന്ന ആ ഒരു മെറ്റഫോർ ഒരുപാട് തവണ ഓവർ യൂസ് ചെയ്ത് ഉപയോഗിച്ചു കഴിയുമ്പോൾ അതിന്റെ സിഗ്നിഫിക്കൻസ് അവിടെ നഷ്ടപ്പെടുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും മിക്സഡ് മെറ്റഫേഴ്സ് എന്താണ്. മിക്സഡ് മെറ്റഫർ എന്ന് വെച്ചാൽ a combination of two or more different metaphors that create a sometimes silly effect. For example, the new job has allowed her to spread her wings and really blossom. In this example, the woman is compared to both a bird and a flower, creating an odd combination that manages to get the point across yet must be avoided. മിക്സഡ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ കുറച്ച് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്താന്നുള്ള അർത്ഥം കിട്ടും. അതേ അർത്ഥം തന്നെയാണ് മിക്സഡ് മെറ്റഫറിനകത്ത്. മിക്സഡ് മെറ്റഫർ എന്ന് വെച്ചാല് രണ്ടോ അതിൽ കൂടുതലോ മെറ്റഫേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുവാണ്. കാര്യം എന്താണ് ഒരു ചിലപ്പോൾ ഒരു സില്ലി ആയിട്ടുള്ള എഫക്റ്റ് പ്രൊവൈഡ് ചെയ്യാനും അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി രണ്ടോ അതിൽ കൂടുതലോ മെറ്റഫേഴ്സിനെ കമ്പൈൻ ചെയ്യുന്ന ആ രീതിക്കാണ് മിക്സഡ് മെറ്റഫർ എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമുക്ക് ചില സെന്റൻസസിനകത്ത് ആ ഒരു എക്സാമ്പിൾ കാണാം. The new job has allowed her to spread her wings and really blossom. ഇവിടെ പറയുന്നത് അവളുടെ പുതിയ ജോലി
അവളുടെ ചിറകുകൾ വിരിക്കാനും എന്താണ് വിടരാനും ശരിക്കും അവളെ സഹായിച്ചത് അവളുടെ പുതിയ ജോലിയാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു വുമണിനെ ഒരേ സമയത്ത് തന്നെ വിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ആർക്കാ വിങ്സ് ഉള്ള ബേർഡിനാണ്. ബേർഡുമായിട്ടും അതേപോലെ തന്നെ ബ്ലോസം ചെയ്യുന്ന എന്താണ് ഫ്ലവർ ആണ്. ഫ്ലവറുമായിട്ടും കമ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ നമുക്കൊരു ഓഡ് കോമ്പിനേഷൻ ആണെന്ന് തോന്നും. പക്ഷെ അതേ സമയത്ത് നമുക്ക് അവിടെ എന്താണ് അവര് ഉദ്ദേശിക്കുന്നുള്ള പോയിന്റ് നമുക്ക് ലഭിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് നോക്കാം. അതിന്റെ പേര് എക്സ്റ്റെൻഡഡ് മെറ്റഫേഴ്സ് അല്ലെങ്കിൽ സസ്റ്റെയിൻഡ് മെറ്റഫേഴ്സ് എന്ന് പറയും. These lengthy metaphors are introduced and then further developed throughout all or part of a piece of literary work. Since these metaphors are used over a longer section of text, they can be a powerful literary device that provides strong, vivid imagery in the reader's mind. അപ്പം ഈ ലെങ്തി മെറ്റഫർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെങ്തി. അപ്പൊ ഇങ്ങനത്തെ ലെങ്തി ആയിട്ടുള്ള മെറ്റഫേഴ്സ് നമുക്ക് സാധാരണയായിട്ട് കാണാൻ കഴിയുന്നത് ചില സാഹിത്യ എന്താണ് കൃതികളിലാണ്. അല്ലെങ്കിൽ നമുക്കൊരു സാഹിത്യ കൃതിയുടെ ഒരു പാർട്ടിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഭാഗത്തോ നമുക്ക് കാണാം. പക്ഷെ അതെന്ന് വെച്ചാല് സാധാരണ നമ്മൾ കാണുന്ന ഒരു സെന്റൻസ് പോലെയുള്ള ഒരു മെറ്റഫർ അല്ല, മറിച്ച് അത് ലെങ്തി ആയിട്ടുള്ള മെറ്റഫേഴ്സ് ആയിരിക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. റോബർട്ട് ഫ്രോസ്റ്റിന്റെ ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്ന കവിത, അതൊരു എക്സാമ്പിൾ ആണ്. അതിന്റെ വേഴ്സസിനകത്തെല്ലാം റോബർട്ട് ഫ്രോസ്റ്റ് എക്സ്റ്റെൻഡഡ് മെറ്റഫേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. എക്സ്റ്റെൻഡഡ് മെറ്റഫേഴ്സ് ഉപയോഗിക്കുന്നതിന് ഒരു കാരണം നമുക്ക് പെട്ടെന്നൊരു ഒരു കവിതയ്ക്കകത്തൂടെ നമുക്ക് ആശയം ശരിക്കും പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ലെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരുപാട് മെറ്റഫേഴ്സ് ഉപയോഗിക്കും, എക്സ്റ്റെൻഡഡ് മെറ്റഫേഴ്സ് ഉപയോഗിക്കും. എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാല് ശരിക്കും ആളുകൾക്ക് അതിന്റെ ഐഡിയ കൺവേഡ് ആവാൻ വേണ്ടി, അല്ലെ എന്താണ് കവി ഉദ്ദേശിക്കുക എന്ന് മനസ്സിലാവാനും, that everyone makes choices that forever shape their lives. അപ്പം എന്താണ് ശരിക്കും മനസ്സിലാകണമെങ്കിൽ ചില സാഹചര്യങ്ങളിൽ എക്സ്റ്റെൻഡഡ് മെറ്റഫേഴ്സ് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സ്റ്റെൻഡഡ് മെറ്റഫേഴ്സ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വർക്കാണ് ദ റോഡ് നോട്ട് ടേക്കൺ. അത് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ഇമേജറി ആയിട്ടുള്ള ഇമേജസ് നമുക്ക് ആ ഒരു കവിതയിൽ കാണാൻ പറ്റും. അടുത്തതായിട്ട് വരുന്ന ടൈപ്പ് conceptual metaphors. In these metaphors, one concept or abstract thing is understood in terms of another. For example, time is money, where both time and money are conceptual objects. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഈ ഒരു ടൈപ്പ് ഓഫ് മെറ്റഫറിനകത്ത് ഒരു കോൺസെപ്റ്റോ അല്ലെങ്കിൽ വേറൊരു തിങ്ങോ എന്താണ് മറ്റൊന്നിന്റെ പേരിലാണ് മനസ്സിലാക്കപ്പെടുന്നത്. എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടൈം ഇസ് മണി. അപ്പൊ ഇവിടെ ടൈമും മണി എന്ന് പറയുന്നത് കോൺസെപ്ച്വൽ ഒബ്ജക്ട്സ് ആണ്. കോൺസെപ്ച്വൽ മെറ്റഫേഴ്സ് എന്ന് വെച്ചാൽ ഇവര് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു പ്രത്യേക ഒരു ഐഡിയയോ അല്ലെങ്കിൽ നമുക്കൊരു കോൺസെപ്റ്റോ മനസ്സിലാകണമെങ്കിൽ നമ്മൾ അതിനെ പെർട്ടിക്കുലർ ഒരു ഒബ്ജക്റ്റുമായിട്ട് നമ്മൾ കമ്പാരിസൺ നടത്തുവാണ്. അല്ലെ നമുക്ക് ഒരു സിംപ്ലിഫൈ ചെയ്ത് പറയുവാണെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവണമെങ്കിൽ, ഒരു ഐഡിയ മനസ്സിലാവണമെങ്കിൽ എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ കാര്യം ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് കോൺസെപ്ച്വൽ മെറ്റഫേഴ്സ്. എക്സാമ്പിൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ടൈം ഇസ് മണി. ഇവിടെ അറിയാം ടൈം ഒരിക്കലും നമുക്ക് പണവും സമയമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പക്ഷെ ശരിക്കും പറഞ്ഞാല് സമയത്തിന്റെ ആ ഒരു വിലയെ കാണിച്ച് നമുക്കറിയാം മണി എന്ന് പറഞ്ഞാൽ ഒരു വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അതേപോലെ തന്നെയാണ് ടൈം. ഇവിടെ ഉദ്ദേശിക്കുന്നത് സമയം എന്ന് പറയുന്നത് നമ്മുടെ പണം പോലെയാണ്, അല്ലെ ടൈം ഇസ് മണി. വേർ ബോത്ത് ടൈം ആൻഡ് മണി എന്ന് പറഞ്ഞാൽ കോൺസെപ്ച്വൽ ഒബ്ജക്ട്സ് ആണ്. ഇപ്പം ടൈമിന്റെ ആ ഒരു വില മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടെ മണി എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റഫേഴ്സ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്ത പോയറ്റിക് ഡിവൈസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് എവ്രി വൺ. താങ്ക് യു.